ഒരുപാട് പടങ്ങളെടുത്ത് കാണിക്കുമ്പോൾ നമ്മളെ കണ്ണ് നിറഞ്ഞു പോയാണ്. അതുപോലെ തന്നെ പിന്നെ അല്ലാതെ ഓടി ആയിക്കോണ് കേട്ടാ ഏറ്റവും ലാസ്റ്റ് നമ്മൾ കരഞ്ഞു. അതുപോലെ തന്നെ ജനനായകനെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതായത് വിജയുടെ രാഷ്ട്രീയത്തിലെ ഒരു യാത്ര, പിന്നെ ആരാധകർക്കുള്ള ഒരു വിടവാങ്ങൽ സമ്മാനം, അതാണ് വിജയുടെ ജനനായകൻ എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് നെഗറ്റീവ് പറയാനുള്ള കാര്യമൊന്നുമില്ല. പിന്നെ ഒരു ദുഃഖമല്ല, വിജയാനന്ദ ഏറ്റവും ലാസ്റ്റ് കാണിച്ചപ്പോഴത്തേക്ക് കണ്ണ് നിറഞ്ഞു പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലെനിക്ക് ഒരു വ്യക്തമാണ് പടം ഇറക്കാൻ പറ്റത്. കലകം മൂലം കാമിനി മൂലം കലകം ദുഃഖം. മൂവി സൂപ്പർ ആയിട്ടുണ്ട്. ഭയങ്കര വിഷമം വെച്ചാൽ ലാസ്റ്റ് പടമാണ് എന്നുള്ളൊരു വിഷമമാണ്. പക്ഷെ ഭയങ്കര ഫീലിങ്സ് ആണ്. ഫാൻസ് പടം ആയതുകൊണ്ട് അറിയില്ല, FDFS ആയതുകൊണ്ട് പടം ആകെ വേറൊരു ലെവലിലായിരുന്നു. ഫാൻസ് എല്ലാവരും അങ്ങ് ആഘോഷിച്ചു. അതുകൊണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കര, കാരണം ഈ ഒരു എക്സ്പീരിയൻസ് ചിലപ്പോൾ അടുത്ത ഷോയ്ക്ക് കിട്ടുമെന്ന് അറിഞ്ഞൂടാ. എങ്ങനെയില്ല കേട്ടാ, എന്തിനും പറയാം, അങ്ങേരില്ല, തീർന്ന് ലാസ്റ്റ് പടം കൊള്ളാം, സൂപ്പർ ആയിരുന്നു പടം. എതിർപ്പാർത്തത് ഇവിടെ സെമ്മ അൾട്ടിമേറ്റ്. ദളപതി കച്ചേരി ഷെയർ ആഫ്റ്റർ അദ്ദേഹം സ്ക്രീനിൽ ഇല്ല എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഇറ്റ്സ് എ ഹെവി ഡിസപ്പോയിന്റ്മെന്റ്. ബട്ട് ഈസ് ഗോയിങ് ടു ബി എ വെരി ഗുഡ് CM. ഈ പടം എന്തുകൊണ്ടാണ് പൊളിറ്റീഷ്യൻസ് ബ്ലോക്ക് ചെയ്യുന്നുള്ളത് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപക്ഷെ ഈ സിനിമ ഇലക്ഷൻ മുമ്പ് റിലീസ് ചെയ്തിരുന്നെങ്കിൽ 234 സീറ്റും വിജയ് പിടിക്കുമായിരുന്നു. ബിക്കോസ് ഇറ്റ് ഇസ് സച്ച് എ സോഷ്യൽ കമ്മിറ്റഡ് മൂവി അപ്പോൾഡിംഗ് ദ വാല്യൂസ് ഓഫ് സെക്യുലറിസം. സോ ജയ് ദളപതി. എല്ലാം അന്ന് സിനിമ നിർത്തണ്ടായിരുന്നു. കൊള്ളാം, എല്ലാം നല്ല പടം, മാസാണ്, കത്തിച്ച് തിയേറ്റർ പൂരപ്പറമ്പ്. ഞാൻ സിനിമ നിർത്തണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പടം നല്ല പടമായിരുന്നു, പൊളിച്ചു. സൂപ്പർ 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 ഹിറ്റ്. നല്ല സന്തോഷമായിട്ട് വന്ന് കാണാൻ പറ്റുന്ന നമ്മുടെ വിജയുടെ ഇളയ ദളപതി എന്നല്ല, നമ്മുടെ മുഖ്യമന്ത്രിയുടെ പടം. ടെർമിനേറ്റർ ലെവലായി. മാസ് മൂവി, ആക്ഷൻസ് ഒക്കെ സൂപ്പറാണ്. പടം അടിപൊളിയാണ്, കൊള്ളാം കൊള്ളാം, കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് ലാസ്റ്റ് പടമല്ലേ, കാണാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് രാവിലെ തമിഴന്മാർക്ക് പറ്റിയ പടം ബ്രോ. സൂപ്പർ സൂപ്പർ. വിജയ് ഫാൻസിന് ആഘോഷിച്ചോളൂ ലെവലിൽ വന്ന പടമാണ്. സെക്കൻഡ് ഹാഫ് ഒക്കെ ആയപ്പോ വേസ്റ്റ്, എങ്ങനെ ഉറക്കാന്ന് തീരുമാനിച്ചു. വെറും സിനിമ നിർത്തി പോയത് തന്നെയാണ് നല്ലത്. സൂപ്പർ സൂപ്പർ പടം നല്ല പടം. റിയൽ ജനനായകൻ നന്നായിട്ടുണ്ട്. അടിപൊളി സിനിമ, അടിപൊളി. ഇനി പറയാൻ ഒന്നുമില്ല. അങ്കമേ ദളപതി എല്ലാരും പോയി കാണുക. വൺ ലാസ്റ്റ് ടൈം. കാത്തിരുന്നതിന് വേണ്ടിയിട്ട് കിട്ടിയ മുത്താണ്. CM ആയില്ലേ, ഇനി വേറെ ലെവലാ. ഒരു രക്ഷയില്ല. അടിപൊളി. സെറ്റ്. സന്തോഷം സന്തോഷം. ദളപതിയുടെ രാഷ്ട്രീയമാണ്, മാസാണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ബ്ലാസ്റ്റാ, ഒരു കുഴപ്പമില്ല. എന്തൊക്കെ ലീക്കായാലും പൊളിച്ചിട്ടുണ്ട്. മിസ് ചെയ്ത പോയി, ഒന്നുമില്ല, അടിപൊളിയാക്കിയിട്ടുണ്ട്. മാറും